السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم اغفر لنا ذنوبنا كلها دقها وجلها وأولها وآخرها وعلانيتها وسرها. أما بعد. സഹോദരങ്ങളെ, സൂറത്തു അൽ ഹശ്റിൻ്റെ തഫ്സീറാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ ഫൈ എന്ന സ്വത്ത്, ഫൈ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതിന് അവകാശികളായ മുസ്ലിമീങ്ങളെക്കുറിച്ച് പറയുന്നു. അതിലൊന്നാമത്തെ ആയത്തിൽ മുഹാജിറുകളായ സഹാബിമാർ അവരെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ ആയത്തിൽ അൻസാറുകളായ സഹാബിമാർ. ഈ രണ്ടു കൂട്ടരിലും പെട്ട സാധുക്കൾക്കാണ് ഫൈ ഉള്ളത്. അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മഹത്തായ വിശേഷണങ്ങൾ ഈ സൂറത്തിൽ പറഞ്ഞു. മൂന്നാമത്തെ ആയത്തിൽ വല്ലദീന ജാഊ മിൻ ബഅദിഹിം എന്ന് തുടങ്ങുന്ന ആയത്തിൽ ഈ മുഹാജിറുകളും അൻസാറുകളുമായ സഹാബത്തിന് ശേഷം വന്ന ഖിയാമത്ത് നാൾ വരെയുള്ള മുഅ്മിനുകളെ കുറിച്ചും പറഞ്ഞു. അവരിലെയും സാധുക്കൾക്കുള്ളതാണ് ഫൈ എന്ന സ്വത്ത്. അതോടൊപ്പം സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട മഹത്തായ പാഠം ഈ ആയത്തുകളിലുള്ള മഹാന്മാരായ സഹാബത്തിന്റെ വിശേഷണങ്ങളാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഹ്ബത്തിനായി അള്ളാഹു തെരഞ്ഞെടുത്തവരാണ് മഹാന്മാരായ സഹാബിമാർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിനു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിലകൊള്ളുകയും തുല്യതയില്ലാത്ത ത്യാഗങ്ങൾ സഹിക്കുകയും ചെയ്ത മഹാന്മാരാണവർ. അള്ളാഹുവിൻ്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണിറെ കാണാനും അവിടുത്തെ മധുരമേറിയ ശബ്ദം കേൾക്കാനും എല്ലാം ഭാഗ്യം ലഭിച്ച മഹാന്മാർ റളിയല്ലാഹു അൻഹും അജ്മഈൻ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അന്നുജൂമു അമനത്തുൽ ലിസ്സമാ. നക്ഷത്രങ്ങൾ ആകാശത്തിനുള്ള സംരക്ഷണമാണ്. അത് പോയാൽ അത്തസ്സമാ മാ തുഅദ്, ആകാശത്തിന് വാഗ്ദാനം നൽകപ്പെട്ട കാര്യം അതാ വരികയായി. അന അമനത്തുൽ അസ്ഹാബി, ഞാൻ എൻ്റെ സഹാബത്തിനുള്ള സംരക്ഷണമാണ്. ഞാൻ പോയാൽ എൻ്റെ സഹാബത്തിന് അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടത് വരികയായി. വസ്ഹാബി അമനത്തുൽ ഉമ്മത്തി, എൻ്റെ സഹാബത്ത് ഈ ഉമ്മത്തിനുള്ള സംരക്ഷണമാണ്. സഹാബത്ത് പോയാൽ ഈ ഉമ്മത്തിന് വാഗ്ദാനം നൽകപ്പെട്ട, താക്കീത് നൽകപ്പെട്ട കാര്യമത വരികയായി. അവരോടുള്ള സ്നേഹം അത് ദീനാണ്. അവരോടുള്ള വെറുപ്പ് അത് കുഫറും നിഫാഖുമാണ്. ഇമാം അഹ്മദ് ഇബ്ൻ ഹംബൽ റഹിമഹുല്ലാ അഹ്ലുസുന്നത്തിന്റെ ഉസൂലുകളായി, അഹ്ലുസുന്നത്തിന്റെ അടിസ്ഥാന കാര്യങ്ങളായി വിശദീകരിച്ചതുപോലെ ഹുബ്ബുഹും ദീനുൻ, അവരോടുള്ള സ്നേഹം അതാണ് ദീൻ. വബുഗ്ദുഹും കുഫറും വനിഫാഖുൻ, ആ സഹാബത്തിനോടുള്ള വെറുപ്പ് അത് കുഫറും നിഫാഖുമാണ്. അത് നിഷേധവും കാപട്യവുമാണ്. ഈ ദീനിൽ നിന്ന് പോകുന്ന കുഫർ നിഫാഖ്, അതാണ് സഹാബത്തിനോടുള്ള വെറുപ്പ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടുള്ള ഹുബ്ബ് നമുക്ക് നൽകുമാറാകട്ടെ. അവരോടുള്ള ഹുബ്ബ് അള്ളാഹുവിനുള്ള ഇബാദത്താണ്. നാം അവരെ സ്നേഹിക്കുന്നു അള്ളാഹുവിന് ഇബാദത്തായിക്കൊണ്ട്. നുഹിബ്ബുഹും തഅബ്ബുദൻ ലില്ലാഹ്, നാം സഹാബത്തിനെ സ്നേഹിക്കുന്നു അള്ളാഹുവിനുള്ള ഇബാദത്തായിക്കൊണ്ട്. അള്ളാഹു ഈ ആയത്തുകളിൽ 8ാമത്തെ ആയത്തിൽ മുഹാജിറുകളെ കുറിച്ച് പറഞ്ഞു. ആയത്ത് അൽഹംദുലില്ലാഹ് നമ്മൾ വിശദീകരിച്ചിരുന്നു. ശേഷമുള്ള ആയത്തിൽ അള്ളാഹു അൻസാറുകളെ കുറിച്ച് പറയുന്നു, വല്ലദീന തബവ്വഉ അദ്ദാറ വൽ ഈമാൻ വല്ലദീന തബവ്വഉ അദ്ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഊതു വയുഅ്സിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ
ومن يوق شح نفسه فأولئك هم المفلحون والذين അക്കൂട്ടർ അഥവാ അൻസാറുകളായ സഹാബിമാർ അവരാരാണ്? തബവ്വഉ അവർ നേരത്തെ ഒരുക്കി വെച്ചവരാണ്, നേരത്തെ അവർ താമസിച്ചു. അദ്ദാറ വൽ ഈമാൻ അവരുടെ വീടുകളിലും അതുപോലെ ഈമാനിലും, അവരുടെ വീടുകളും അവരുടെ ഈമാനും അവർ നേരത്തെ ഒരുക്കി വെച്ചവരായിരുന്നു. മിൻ ഖബ്ലിഹിം ഇവരെക്കാൾ മുൻപേ, അഥവാ പല മുഹാജിറുകളായ സഹാബികളെക്കാൾ മുൻപേ, മുഹാജിറുകളായ പല സഹാബിമാരെക്കാളും മുൻപേ അൻസാറുകൾ ഇസ്ലാം സ്വീകരിച്ചിരുന്നു. നമുക്കറിയാം അഖബ ഉടമ്പടി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന്റെ മൗസിമിൽ, ഹജ്ജിന്റെ സീസണിൽ അവിടുന്ന് ഉക്കാൽ പോലെയുള്ള ചന്തകളിൽ നിൽക്കുകയും എന്നിട്ട് ജനങ്ങളോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുകയും ചെയ്തു, അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും ചെയ്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഈ ദീൻ പ്രബോധനം നടത്താൻ ആരാണ് എന്നെ സഹായിക്കുക? ഖുറൈശികൾ എന്നെ തടയുന്നു. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കാമെന്ന് മദീനയിലുള്ള മഹാന്മാരായ അൻസാറുകൾ ഏൽക്കുകയുണ്ടായി. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഉടമ്പടി ചെയ്തു, അവർ ഇസ്ലാം സ്വീകരിച്ചു, തിരിച്ചുപോയി. അവരവരുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടാതെ ചില സഹാബിമാരെ മദീനയിലേക്ക്, അന്നത്തെ യസ്രിബിലേക്ക് പറഞ്ഞേക്കുകയും ചെയ്തു, അവർക്ക് അവരെ ദീൻ പഠിപ്പിക്കാൻ. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു, അതുപോലെ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂം തുടങ്ങിയ സഹാബിമാരെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് അയച്ചിരുന്നു. അങ്ങനെ നേരത്തെ ദീൻ സ്വീകരിച്ച് ഖുർആനിൽ നിന്ന് പലതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നതിന് മുമ്പ് പഠിച്ച പല കുട്ടികളും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളവരാണ് അവർ. യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം അവരിലേക്ക് ഹിജറ വന്ന മുഹാജിറുകളായ സഹാബിമാരെ അവർ സ്നേഹിക്കുന്നു. വലാ യജിദൂന ഫീ സുദൂരിഹിം അവരവരുടെ നെഞ്ചിൽ അവർക്ക് കാണുന്നില്ല, അവർക്കില്ല, അവർക്ക് അവരുടെ ഉള്ളിലില്ല ഹാജതൻ മിമ്മ ഊതു ഇവർക്ക് കിട്ടിയതിൽ ഒരു ഹാജത്തുമില്ല. മുഹാജിറുകളായ അൻസാറുകൾക്ക്, സഹാബിമാർക്ക് തങ്ങളെക്കാൾ പലതും അധികം കിട്ടിയിട്ടുണ്ട്, അതിലൊന്നിലും അവർക്ക് യാതൊരു ആവശ്യവുമില്ല, അതൊന്നും ഞങ്ങൾക്ക് വേണ്ടതില്ല, അത് അവർക്ക് ഉള്ളതാണ്. വയുസിറൂന അലാ അൻഫുസിഹിം വയുസിറൂന അലാ അൻഫുസിഹിം അവർ തങ്ങളെക്കാൾ ഇവർക്ക് മുൻതൂക്കം കൊടുക്കുന്നു. വലൗ കാന ബിഹിം ഖസാസ അവർക്ക് ഖസാസത്ത് ഉണ്ടെങ്കിലും, അവർക്ക് ആവശ്യമുണ്ടെങ്കിലും, അവർക്ക് ആവശ്യവും ഫഖറും ദാരിദ്ര്യവും ഉണ്ടെങ്കിലും ഈ വന്നവർക്കാണ് അവർ മുൻതൂക്കം കൊടുക്കുന്നത്, അവരുടെ കാര്യങ്ങൾക്കാണ് കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത്. അല്ലാഹു പറഞ്ഞു, വമൻ യൂഖ ശുഹ നഫ്സിഹി ഫൗലൈക ഹുമുൽ മുഫ്ലിഹൂൻ ആരാണോ തൻ്റെ നഫ്സിൻ്റെ ഷുഹിൽ നിന്ന് രക്ഷപ്പെട്ടത്, സ്വന്തം മനസ്സിൻ്റെ ഷുഹ് എന്നാൽ അത് പിശുക്കിൻ്റെയും അപ്പുറത്താണ്, ആർത്തിയോടെയുള്ള പിശുക്കാണത്. മറ്റുള്ളവരുടെ അവകാശങ്ങൾ ഹനിക്കാനും അത് സ്വന്തമാക്കാനും അതുപോലെ മറ്റുള്ളവർക്ക് ഉള്ളത് വിട്ടുകൊടുക്കാതിരിക്കാനും ഒരു മനുഷ്യനെ പ്രേരിപ്പിക്കുന്നതാണ് ഷുഹ്. അത് പിശുക്കിൻ്റെ അപ്പുറത്താണ്. പിശുക്കെന്നത് അവനവൻ്റെ കയ്യിലുള്ളത് കൊടുക്കൂല എന്നതാണ് ബുഖൽ. പക്ഷേ ഷുഹ് എന്നത് മറ്റുള്ളവരുടെ അവകാശം, അത് മറ്റുള്ളവരുടേത് ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയുള്ള ആഗ്രഹവും കൂടിയതാണ് ഷുഹ്. പണം മാത്രമല്ല, മറ്റുള്ള മനുഷ്യൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഈ നിലക്ക് ഹക്കല്ലാത്ത മാർഗത്തിൽ തീർക്കാനുള്ള പ്രേരണ ഷുഹ് നഫ്സിലുണ്ടെങ്കിൽ ഉണ്ടാകും. അതുകൊണ്ട് വളരെ അപകടം പിടിച്ചതാണ് ഷുഹ്. അവൻ യൂഖ ശുഹ നഫ്സിഹി ആരാണ് സ്വന്തം നഫ്സിൻ്റെ ഷുഹിൽ നിന്ന് രക്ഷപ്പെട്ടത്, ഫൗലൈക ഹുമുൽ മുഫ്ലിഹൂൻ അവരാകുന്നു വിജയികൾ. ഇത് അൻസാറുകളായ മഹാന്മാരായ സഹാബത്തിനെ കുറിച്ചുള്ള അതിമഹത്തായ വിശേഷണങ്ങളാണ് ഈ ആയത്തിലുള്ളത്. അള്ളാഹു അവരുടെ ഈമാനിനെ കുറിച്ച് പറഞ്ഞു, മുഹാജിറുകളോടുള്ള അവരുടെ മഹബ്ബത്തിനെ കുറിച്ച് പറഞ്ഞു, അവരുടെ മനസ്സ് മറ്റുള്ളവർക്ക് കിട്ടിയതിനെക്കുറിച്ച് യാതൊരു ആവശ്യവുമില്ലാത്ത ശുദ്ധമായ മനസ്സാണ്. മാത്രമോ അവരുടെ ആവശ്യം അവിടെ ബാക്കി വെച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുക കൂടി ചെയ്യുന്നു. ഇങ്ങനെയുള്ള വേറെ ഒരു കൂട്ടരിലും കാണാൻ കഴിയാത്ത മഹത്തായ സ്വഭാവം അതാണ് അൻസാറുകളായ സഹാബിമാർക്കുള്ളത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആയത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസാർ വആയത്തുൻ നിഫാഖി ബുഗ്ദുൽ അൻസാർ. ഇമാം ബുഖാരിയും മുസ്ലിമും റിവായത്ത് ചെയ്ത ഹദീസാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസാർ, അൻസാറുകളോടുള്ള സ്നേഹം ഈമാനിൻ്റെ അടയാളമാണ്. വആയത്തുൻ നിഫാഖി ബുഗ്ദുൽ അൻസാർ, നിഫാഖിൻ്റെ യഥാർത്ഥ ഈമാനില്ല, കാപട്യമാണ് അവൻ്റെ ഉള്ളിലുള്ളത് എന്നതിൻ്റെ അടയാളമാണ് ബുഗ്ദുൽ അൻസാർ, അൻസാറുകളോടുള്ള വെറുപ്പ്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെയുള്ള അൻസാറുകൾ അള്ളാഹു അവരെ കുറിച്ച് പറഞ്ഞു, വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. വയുസിറൂൻ, അവർ മുൻതൂക്കം കൊടുക്കുന്നു, അലാ അൻഫുസിഹിം, സ്വന്തത്തെക്കാൾ, സ്വന്തം നഫ്സുകളെക്കാൾ അവർക്ക്, മുഹാജിറുകൾക്ക്, വലൗ കാന ബിഹിം, അവർക്കുണ്ടെങ്കിലും ഖസാസത്തുണ്ടെങ്കിലും. ഇബ്ൻ കസീർ പറയുന്നത് എന്താണ് ഖസാസ? യാനി ഹാജ, അവരുടെ ആവശ്യം തന്നെ അവിടെ ബാക്കിയുണ്ട്. എന്നിട്ടും ഐ യുഖദ്ദിമൂനൽ മഹാവീജ അലാ ഹാജതി അൻഫുസിഹിം, ആവശ്യക്കാരായ മറ്റുള്ളവർ എല്ലാം വിട്ടുവന്ന മുഹാജിറുകൾ അവരുടെ ആവശ്യങ്ങൾക്ക് സ്വന്തം ആവശ്യങ്ങളെക്കാൾ അവർ മുൻതൂക്കം നൽകുന്നു. വയബ്ദഊന ബിന്നാസി ഖബ്ലഹും, ആദ്യം അവരുടെ മറ്റുള്ളവരുടെ കാര്യം കൊണ്ടാണ് തുടങ്ങുന്നത്, സ്വന്തം കാര്യങ്ങളെക്കാൾ. ഫി ഹാലി ഇഹ്തിയാജിഹിം ഇലാ ദാലിക്, അവർക്കതിനോട് ആവശ്യമുണ്ടായിരിക്കെ തന്നെ. വഖദ് സബത ഫി സ്വഹീഹി അൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സഹീഹായി വന്നിരിക്കുന്നു. ഇവിടെ ഇബ്ൻ കസീർ സഹീഹ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, സഹീഹിൽ വന്നിരിക്കുന്നു. വല്ലാഹു അലം, അത് ഇമാം അബൂദാവൂദിന്റെ സുനനിലാണ് ഈ ഹദീസ് വന്നിട്ടുള്ളത്, അത് സഹീഹായ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ദലു സദഖതി ജഹ്ദുൽ മുഖിൽ, അഫ്ദലു സദഖതി ജഹ്ദുൽ മുഖിൽ, ഏറ്റവും ശ്രേഷ്ഠമായ സദഖ മുഖിൽ, അഥവാ അത്രയൊന്നുമില്ലാത്തവൻ, കുറച്ചുള്ളവൻ, അവൻ പ്രയാസപ്പെട്ടു കൊടുക്കുന്നതാണ് ഏറ്റവും ഫദ്ലുള്ള സദഖ. അങ്ങനെയുള്ള സദഖയാണ് ഈ സഹാബിമാർ കൊടുത്തിട്ടുള്ളത്. എത്രത്തോളം സഹീഹുൽ ബുഖാരിയിൽ കാണാം, സദഖയുടെ ഫദ്ല് കേട്ട് സഹാബിമാർ പലരും സദഖ കൊടുക്കാൻ വേണ്ടി മാത്രം കൂലിപ്പണി എടുക്കാറുണ്ടായിരുന്നു. കൂലിക്ക് അവർ പല ജോലികളും ചെയ്യും, ചുമടെടുക്കുക പോലെയുള്ള ജോലി സഹാബിമാർ പലരും ചെയ്തിരുന്നു. എന്തിനു വേണ്ടിയാണ്? സദഖ എടുക്കാൻ വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ചിലരെ കുറിച്ചും അത് വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ അവരൊരിക്കൽ നബിയോട് ചോദിച്ചു, നബിയെ, ആരാണ് താങ്കളെ ആദ്യം കണ്ടുമുട്ടുക താങ്കളുടെ മരണത്തിന് ശേഷം? എന്ന് പറഞ്ഞാൽ ഞങ്ങളിൽ ആരാണ് ആദ്യം മരിക്കുക? നബിയെ, നിങ്ങൾക്ക് ശേഷം ഞങ്ങളിൽ ആരാണ് ആദ്യം മരിക്കുക, എന്നിട്ട് നിങ്ങളെ കണ്ടുമുട്ടുക ബർസഖിൽ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്വലുകുന്ന യദാ, അത്വലുകുന്ന യദാ, നിങ്ങളിൽ ഏറ്റവും നീളമുള്ള കൈയുള്ളവൾ, നിങ്ങളിൽ ഏറ്റവും നീളമുള്ള കൈ ആർക്കാണോ അവളാണ്. അപ്പോൾ നബിയുടെ ഭാര്യമാരൊക്കെ കൂടിയിട്ട് ഓരോരുത്തരെ കൈ അളന്നു നോക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു വലിയ നീളം കണ്ടത് സൗദ റളിയല്ലാഹു അൻഹ, സൗദ ബിൻത് ജംഅ റളിയല്ലാഹു അൻഹ ഉമ്മുൽ മുഅ്മിനീൻ, അവരുടെ കൈയായിരുന്നു നീളം കൂടുതൽ. അവർ പൊക്കവും കൂടുതൽ തടിയൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയായിരുന്നു നമ്മുടെ ഉമ്മയായ സൗദ റളിയല്ലാഹു അൻഹ. അവരെയാണ് കൈയാണ് നീളം കൂടുതൽ കണ്ടത്. എന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായി ആ നബി കൈ നീളമുള്ളത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് സദഖ കൂടുതൽ കൊടുക്കുന്നവൾ എന്നാണ്. ഞങ്ങൾ ആദ്യം നബിക്ക് ശേഷം ആദ്യം വഫാത്തായത് സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്, ഉമ്മുൽ മുഅ്മിനീൻ സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ. അള്ളാഹു 7 ആകാശങ്ങൾക്ക് മുകളിൽ വെച്ചാണ് സൈനബിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തു കൊടുത്തത്. ഫലമ്മാ ഖദാ സൈദും മിൻഹാ വതറൻ സവ്വജ്നാകഹാ, സൂറത്തുൽ അഹ്സാബിൽ അള്ളാഹു പറഞ്ഞു, സെയ്ദ് ആണ് ആദ്യം അവരെ വിവാഹം ചെയ്ത്, സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു എന്ന സഹാബിയാണ് അവരാദ്യം വിവാഹം ചെയ്ത്. ഖുർആനിൽ പേര് അള്ളാഹു എടുത്തു പറഞ്ഞ ഒരേ ഒരു സഹാബി സെയ്ദാണ്, സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. അവർ ആ ബന്ധത്തിനു ശേഷം നാം സൈനബിനെ താങ്കൾക്ക് വിവാഹം ചെയ്തു തന്നിരിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞു. അവർ അഭിമാനം പറയാറുണ്ടായിരുന്നു, നിങ്ങളൊക്കെ വിവാഹം ദുനിയാവിലല്ലേ നടന്നത്, എൻ്റെത് 7 ആകാശങ്ങൾക്ക് മുകളിലാണ്, അവിടെ വെച്ചാണ് നടത്തുന്നത്. അവർ സ്വന്തമായി
അവർക്ക് ചെയ്യാൻ പറ്റുന്ന ചില ജോലികളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. നമ്മുടെ സ്ത്രീകൾ ഖിയാത്ത പോലെ, തുന്നുക പോലെ, തുന്നൽ പോലെയുള്ളത്, അല്ലാഹു അലം, അതുപോലുള്ള ജോലികൾ അവർക്ക് അവരെ കൊണ്ട് സാധിക്കുന്നത് ചെയ്ത് അവർ പൈസ ഉണ്ടാക്കുമായിരുന്നു. എന്തിനാണ്? സദഖ കൊടുക്കാൻ വേണ്ടി. അങ്ങനെയുള്ള മഹദിയാണ് സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹാ ഉമ്മുൽ മുഅ്മിനീൻ. അവരും ആയിഷ റളിയല്ലാഹു അൻഹയും തമ്മിലാണ് ഒരു മത്സരം ഉണ്ടായത്. സ്ത്രീകൾ തമ്മിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു മത്സരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട്. എന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹ അവരെക്കുറിച്ച് മുനാഫിഖുകൾ കള്ള ആരോപണം പറഞ്ഞുണ്ടാക്കിയപ്പോൾ സൈനബിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് ആയിഷയെക്കുറിച്ച്? വഹി വരുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലരുമായും ഷൂറ നടത്തിയിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹയുടെ കാര്യത്തിൽ. എന്ത് ചെയ്യണം? ആയിഷയെ തലാഖ് കൊല്ലണോ വേണ്ടേ? വഹി വരുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷൂറ നടത്തിയിരുന്നു. അക്കൂട്ടത്തിൽ സൈനബിനോട് ചോദിച്ചപ്പോൾ സൈനബ് റളിയല്ലാഹു അൻഹ പറഞ്ഞു, മാ അലിംന അലൈഹി ഇല്ലാ ഖൈറാ, അവരെക്കുറിച്ച് ഖൈറല്ലാതെ നമുക്കറിയില്ല എന്ന് സൈനബ് റളിയല്ലാഹു അൻഹ പറയുകയുണ്ടായി. അപ്പോൾ അവർ നോക്കിങ്ങനെ സദഖ കൊടുത്തിരുന്നു എന്നാണ്. അപ്പോൾ ഇങ്ങനെ സഹാബിമാർ ചെയ്തിരുന്നു. സ്വയം സദഖ കൊടുക്കാൻ വേണ്ടി സമ്പാദിച്ചിരുന്നു. സദഖ കൊടുക്കാൻ വേണ്ടി അവർ പണം സമ്പാദിച്ചിരുന്നു. കാരണം അത് മഹത്തായ ഇബാദത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസ്സദഖതു ബുർഹാനുൻ, സദഖ എന്നത് ബുർഹാനാണ്, തെളിവാണ്. ഈമാൻ ഒരുവന്റെ കൽബിലുണ്ടെന്നുള്ളതിന് തെളിവാണത്. അല്ലെങ്കിൽ എന്തിനാണ് അവനവൻ്റെ പൈസ വേറെ കൊടുക്കണം? അവനവൻ്റെ ആളുകൾക്കും തിന്നുന്നത് വേറൊരാൾക്ക് കൊടുക്കണം. ഈമാനില്ലെങ്കിൽ എന്തിനാണ് കൊടുക്കുന്നത്? അല്ലാഹ് പരലോകത്തിലുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമാണത്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വലിയ അമലുകളിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാരണങ്ങളിൽ വളരെ വലുതാണ് സദഖ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇത്തഖുന്നാറ വലൗ ബിശിഖി സമ്റത്തിൻ, നരകത്തെ നിങ്ങൾ കാത്തുകൊള്ളൂ, അതിൽ നിന്ന് രക്ഷപ്പെട്ടോളൂ ഒരു കാരക്കയുടെ ചീള് കൊണ്ടെങ്കിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളോട് ചെന്നിട്ട് പറഞ്ഞു, തസദ്ദഖ്ന ഫഇന്നി റഅയ്തുകുന്ന അക്സറ അഹ്ലിന്നാർ, തസദ്ദഖ്ന, സദഖ ചെയ്തോളൂ, നിങ്ങളെ ആണ് നരകത്തിൽ ഞാൻ കൂടുതൽ കണ്ടത്. ആദ്യം അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഉള്ള വഴിയാണ് പറഞ്ഞു കൊടുത്തത്, എന്നിട്ടാണ് കാര്യം പറഞ്ഞു കൊടുത്തത്. ആദ്യം അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി, തസദ്ദഖ്ന ഫഇന്നി റഅയ്തുകുന്ന അക്സറ അഹ്ലിന്നാർ. അത് വളരെ നല്ല രീതിയാണല്ലോ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി ആദ്യം പറഞ്ഞു കൊടുത്തിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു വിഷയം പറഞ്ഞു, സ്ത്രീകൾ നരകത്തിൽ കൂടുതലുണ്ട് എന്ന കാര്യം. ഏതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു, അഫല്ലാഹു അൻക ലിമ അദിൻത ലഹും. ചില മുനാഫിഖുകൾക്ക് നബി അനുമതി കൊടുത്തു ഒരു കാര്യത്തിന്. അള്ളാഹു അതിനെക്കുറിച്ച് പറഞ്ഞു, അഫല്ലാഹു അൻക, അള്ളാഹു താങ്കൾക്ക് പുറത്തു തന്നിരിക്കുന്നു. എന്തിനാണ് താങ്കൾ അനുമതി കൊടുത്തത്? പണ്ഡിതന്മാർ പറഞ്ഞു, ഇതിനേക്കാളും നല്ലൊരു ശാസന വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ആദ്യം തന്നെ അള്ളാഹ് പുറത്തു കൊടുത്തതാണ് പറഞ്ഞത്, എന്നിട്ടാണ് എന്തിനങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചത്. അഫല്ലാഹു അൻക ലിമ അദിൻത ലഹും. അള്ളാഹുവിൻ്റെ കിതാബിലെ അതിമഹത്തായ ശൈലിയാണ്. അഫല്ലാഹു അൻക ലിമ അദിൻത ലഹും, അള്ളാഹ് താങ്കൾക്ക് പുറത്തു തന്നിരിക്കുന്നു, എന്തിനാണ് താങ്കൾ അവർക്ക് അനുമതി കൊടുത്തത് എന്നതുപോലെ. തസദ്ദഖ്ന ഫഇന്നി റഅയ്തുകുന്ന അക്സറ അഹ്ലിന്നാർ, സദഖ കൊടുക്കൂ, നിങ്ങളെ ഞാൻ നരകത്തിൽ കൂടുതലായി കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളോട് പറയുകയുണ്ടായി, നഊദു ബില്ലാഹി മിനന്നാർ. ഇതുകൊണ്ട് സഹാബത്ത് ധാരാളമായി ഇങ്ങനെ കൊടുത്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഖില്ലായവൻ അഥവാ സ്വത്തും സമ്പത്തും കുറഞ്ഞവൻ ബുദ്ധിമുട്ടി കൊടുക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ള സദഖ. ഇബ്നു കസീർ പറയുന്നു, വഹാദൽ മഖാമു അഅലാ മിൻ ഹാലിൽ ലദീന വസഫല്ലാഹു തആല വയുത്ഇമൂന അത്അമ അലാ ഹുബ്ബിഹി വഖൗലിഹി വആതൽ മാല അലാ ഹുബ്ബിഹി. ഇതാ ഈ പറഞ്ഞതുണ്ടല്ലോ, വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, സ്വന്തത്തിന് ആവശ്യമുണ്ടായിട്ടും മറ്റുള്ളവർക്ക് മുൻതൂക്കം കൊടുക്കുന്നു എന്ന് പറഞ്ഞത് വയുത്ഇമൂന അത്അമ അലാ ഹുബ്ബിഹി എന്ന് പറഞ്ഞതിനേക്കാളും മുകളിലാണ്. വആതൽ മാല അലാ ഹുബ്ബിഹി എന്ന് പറഞ്ഞതിനേക്കാളും മുകളിലാണ്. കാരണം എന്താ? വയുത്ഇമൂന അത്അമ അലാ ഹുബ്ബിഹി എന്ന് അല്ലാഹു മുഅ്മിനുകളെ കുറിച്ച് പറഞ്ഞല്ലോ. അവർ ഭക്ഷണത്തോട് ഇഷ്ടമുണ്ടായിരിക്കെ അത് കൊടുക്കുന്നവരാണ്. ഒരാൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കലാണ് വളരെ നല്ല സദഖ, വളരെ നല്ല സദഖ. അപ്പോൾ ഇഷ്ടമുണ്ടായിട്ടുണ്ടും ഭക്ഷണത്തോട് പ്രിയമുണ്ടായിരിക്കുകയും അത് കൊടുക്കുന്നവരാണ് അവർ എന്ന് പറഞ്ഞു. അതുപോലെ അൽ ബഖറയിൽ അല്ലാഹു വാസൽ മാല അലാ ഹുബ്ബിഹി,
സമ്പത്തിനോട് പ്രിയമുണ്ടായിരിക്കുക അത് കൊടുക്കുക എന്ന് പറഞ്ഞു. അതിനേക്കാൾ വലുതാണിത്. കാരണം എന്താണ്? ഇബ്നു കസീർ പറയുന്നു ഫഇന്ന ഹൗലാഇ തസദ്ദഖു, കാരണം അപ്പറഞ്ഞവർ അവർ സദഖ കൊടുക്കുന്നു. വഹും യുഹിബ്ബൂന മാ തസദ്ദഖു ബിഹി, അവർക്ക് ഇഷ്ടമുള്ളതാണ് അവർ കൊടുക്കുന്നത്. പക്ഷേ വഖദ് ലാ യകൂനു ലഹും ഹാജത്തുൻ ഇലൈഹി വലാ ദറൂറത്തുൻ ബിഹി, ആ കൊടുക്കുന്നതിനോട് അവർക്കൊരു ആവശ്യമോ അത്യാവശ്യമോ ഒന്നും ഉണ്ടാകണമെന്നില്ല. ഇഷ്ടമുണ്ട് സമ്പത്തിനോട്, പക്ഷേ അതിപ്പോൾ ഒരു ആവശ്യമുള്ള അത്യാവശ്യമൊന്നല്ല. അത് കൊടുത്തുകൊണ്ട് അയാളുടെ ആവശ്യം നടക്കാതെ പോവുകയോ അയാളുടെ ആവശ്യം അത് പരിമിതപ്പെട്ടു നിർവഹിക്കാൻ സ്വത്ത് പരിമിതമായി പോവുകയോ ഒന്നുമില്ല. സമ്പത്തിനോട് ഇഷ്ടമുണ്ട് എന്നിട്ടും കൊടുക്കുന്നു. ഇതങ്ങനെയല്ല, അവനവൻ്റെ ആവശ്യം തന്നെ ബാക്കിയാണ്. വഹൗലാഇ ആസറു അലാ അൻഫുസിഹിം മാ ഖസാസതിഹിം വഹാജതിഹിം ഇലാ മാ അൻഫഖൂ, ഇക്കൂട്ടർ അൻസാറുകളായ മഹാന്മാരായ സഹാബിമാർ അവരുടെ ആവശ്യവും അവരുടെ ദാരിദ്ര്യവും ബാക്കി നിൽക്കുകയാണ് അവർ ചെലവഴിച്ചത്. സുബ്ഹാനല്ലാഹ്, അതെന്തൊരു ഈമാനാണ്! റളിയല്ലാഹു അൻഹും വഅർദാഹും, എത്ര മഹത്തായ ഈമാനാണ് അവർക്കുള്ളത്. ഇതേ അവസ്ഥയാണ് ഇബ്നു കസീർ പറയുന്നു വമിൻ ഹാദൽ മഖാം തസദ്ദഖ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബിജമീഇ മാലിഹി. ഇതേപോലെയാണ് ആര് ചെയ്തത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ സമ്പത്ത് മുഴുവൻ ഒരു സമയത്ത് കൊടുത്തത്. എന്നിട്ട് ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു മാ അബ്ഖൈത ലി അഹ്ലിക് അബൂബക്കർ, എന്താണ് താങ്കളുടെ കുടുംബത്തിന് ബാക്കി വെച്ചത്? ഫഖാല അബ്ഖൈതു ലഹുമുല്ലാഹ വ റസൂലഹു, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയാണ് ബാക്കി വെച്ചത് എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഈ മഖാമിലാണ്. എന്ന് പറഞ്ഞാൽ ഈ അവസ്ഥയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ചെയ്തിട്ടുള്ളത്. ഉമർ റളിയല്ലാഹു അൻഹു പകുതി, ഇന്ന് ഞാൻ എന്തായാലും അബൂബക്കറിനെ തോൽപ്പിക്കും എന്ന് പറഞ്ഞിട്ട് പകുതി വെച്ച് പകുതിയും കൊണ്ടുവന്നപ്പോൾ ആണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചെയ്തത് കണ്ടത്. പണ്ഡിതന്മാർ ആ ഹദീസിന്റെ വിശദീകരണത്തിൽ പറഞ്ഞു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ കുടുംബം ജനങ്ങളോട് ഇറക്കേണ്ട അവസ്ഥയിലാക്കി വെച്ചു എന്നല്ല അതിനർത്ഥം. അവരുടെ ഭക്ഷണവും അവരുടെ വസ്ത്രവും, അവർക്ക് ഉടുക്കേണ്ടുന്ന വസ്ത്രവും അവർക്ക് വേണ്ടുന്ന ഭക്ഷണവും ഒക്കെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ആ സമയത്ത് കൊടുക്കുന്ന സ്വത്ത് അത് സ്വർണവും വെള്ളിയും പോലെ കൊണ്ടുപോയി നീക്കാൻ പറ്റുന്ന സ്വത്താണ്. ഖൈബറിലെ സ്ഥലം സഹാബിമാർക്കുള്ളതുപോലെ വീണ്ടും പിന്നെ വരുമാനം കിട്ടാൻ സാധ്യതയുള്ള സ്വത്തല്ല. മനസ്സിലായോ? അപ്പോൾ ഇസ്ലാമിൽ പാടില്ലാത്തൊരു സദക്ക ഉണ്ടല്ലോ, അവനവൻ്റെ മക്കളെയും എല്ലാവരും ഒക്കെ പട്ടിണിയാക്കുക, അവർക്ക് ഉടുതുണില്ലാത്ത അവസ്ഥ ആക്കി വെക്കുക, അത് പാടില്ലാത്തതാണ്, അങ്ങനെ കൊടുക്കാൻ പാടില്ല. അപ്പോൾ അതല്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തത് എന്ന് ആ ഹദീസിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹം ഫത്ഹുൽ ബാരിയിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ? അതായത് ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടത് എന്ത് സ്വത്താണ്? സ്വർണം വെള്ളി പോലെയുള്ള സ്വത്ത് എടുത്തുകൊണ്ടുവരാൻ സാധിക്കുന്ന അതൊന്നും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബാക്കി വെച്ചിട്ടില്ല. അത് മുഴുവനായി കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോൾ നാളെ പിന്നെ തൻ്റെ കുടുംബത്തെ പട്ടിണിയിലാക്കുക, അവർക്ക് വസ്ത്രമില്ലാതാക്കുക എന്ന പാടില്ലാത്ത കാര്യം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തിട്ടില്ല. അത് പ്രത്യേകം മനസ്സിലാക്കുക. കാരണം അങ്ങനെ ഒരു വിഷയം ഇസ്ലാമിലുള്ളതാണ്, അങ്ങനെ ഒരു വിഷയം ഇസ്ലാമിലുണ്ട്. കാരണം അതും ഒരുവന്റെ സദഖയിലാണ് അള്ളാഹു കൂട്ടുക. നീയത്ത് നല്ലതായാൽ അവനവൻ്റെ കുടുംബത്തിൽ പോറ്റുക എന്നുള്ളത് സംശയമില്ല, അത് സദഖയിലാണ് കൂട്ടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നീ നിന്റെ ഭാര്യയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്ന ഒരു ഉരുള, അത് സദഖയാണ്. വായിലേക്ക് വെച്ചു കൊടുക്കുക എന്നത് നമുക്കെല്ലാവർക്കും അറിയാം, അതൊരു മുലാഅബത്താണ്, അതൊരു തമാശയായി അല്ലെങ്കിൽ ഒരു സ്നേഹം പങ്കിടലിൻ്റെ ഭാഗമായി ചെയ്യുന്നതാണ്. അതുപോലും അള്ളാഹു സദഖയായി ആണ് പരിഗണിക്കുക. പണ്ഡിതന്മാർ പറഞ്ഞു അല്ല, ഇതിനപ്പുറത്ത് വന്നിട്ടുണ്ടല്ലോ, ഇതിനും അപ്പുറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫിബുദ്ഇ അഹദികും സദഖ, നിങ്ങളുടെ ലൈംഗിക ബന്ധം, നിങ്ങൾക്ക് അള്ളാഹു അനുവദിച്ച ഇണകളുമായുള്ള ശാരീരിക ബന്ധം അത് സദഖയാണ്. അപ്പോൾ സഹാബത്ത് ചോദിച്ചു അയഅതി അഹദുന ശഹവതഹു, ഞങ്ങളിൽ ഒരാൾ തൻ്റെ ശഹവത്ത്, തൻ്റെ മോഹം തീർക്കുക എന്നതിൽ പ്രതിഫലമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു അത് ഹറാമിലാണ് തീർത്തതെങ്കിൽ കുറ്റുണ്ടാവൂലേ എന്നതുപോലെയാണിത്, ഇതിന് അള്ളാഹു പ്രതിഫലം നൽകും. കാരണം ഒരുവൻ്റെ നീയത്ത് നന്നായാൽ അവൻ്റെ ആദത്ത് പോലും ഇബാദത്തായി മാറും. അവൻ ശീലമായി ചെയ്യുന്നത് പോലും അള്ളാഹു ഇബാദത്താക്കി കൊടുക്കും. ഒരുവൻ ഭക്ഷണം കഴിക്കുന്നു, അവൻ ആ സമയത്ത് അവൻ്റെ നീയത്ത് നന്നാക്കുന്നു, ഇത് ആരോഗ്യമുണ്ടായി നല്ല കാര്യങ്ങൾ ചെയ്യാം, ഇതുകൊണ്ട് അള്ളാഹു ഇബാദത്ത്
കൃത്യമായി ചെയ്യാം, ആളുകളെ സഹായിക്കാം പോലെയുള്ള നീയത്ത് അയാളുടെ കൽബിലുണ്ടോ, അയാളുടെ ആദത്ത് വെറും ശീലത്തിന് അയാൾ ചെയ്യുന്നത്, മനുഷ്യൻ എന്നാൽ അയാളുടെ ആവശ്യമായി ചെയ്യുന്നതിന് അള്ളാഹു പ്രതിഫലം നൽകും. എന്നാൽ നീയത്ത് ശരിയല്ലെങ്കിലോ ഇബാദത്ത് പോലും വെറും ആദത്തായി പോകും, ഇബാദത്ത് പോലും വെറും ശീലങ്ങളായി പോകും. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ആദാതു അഹ്ലിൽ യഖ്ലത്തി ഇബാദാത്തുൻ വഇബാദാതു അഹ്ലിൽ ഗഫ്ലത്തി ആദാത്തു. യഖ്ലത്തിന്റെ ആളുകളുടെ ഉണർന്നിരിക്കുന്ന നീയത്തെപ്പോഴും മനസ്സിൽ ശ്രദ്ധിക്കുന്ന ആളുകളുടെ ആദത്ത് വരെ ഇബാദത്തായി തീരും. ഗഫ്ലത്തിന്റെ ആളുകൾ, അശ്രദ്ധയുടെ ആളുകൾ, നസ്അലുല്ലാഹുൽ ആഫിയ, അതിൻ്റെ ആളുകളുടെ ഇബാദത്ത് പോലും വെറും ശീലങ്ങളായി തീരും, പ്രതിഫലമില്ലാതെ ആയിത്തീരും. അള്ളാഹു കാക്കട്ടെ. ഇങ്ങനെ നോക്കൂ, സമ്പത്തിനോട് പ്രിയമുണ്ടായിരിക്കെ കൊടുക്കലൊന്ന് വേറെ, സമ്പത്തിന് ആവശ്യമുണ്ടായിരിക്കെ കൊടുക്കലൊന്ന് വേറെ. അതിനേക്കാളും വലുതാണ്, ആദ്യം പറഞ്ഞതിനേക്കാളും വലുതാണ്. ഇങ്ങനെയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊടുത്തത്. വഹാക്കദ, ഇതുപോലെ ചരിത്രത്തിൽ വന്നിട്ടുള്ള മറ്റൊരു സംഭവമാണ് അൽമാഉ അല്ലദീ ഉരിദ അലാ ഇക്രിമ വഅസ്ഹാബിഹി യൗമൽ യർമൂക്ക്. യർമൂക്ക് യുദ്ധത്തിൽ ഇക്രിമക്കും അദ്ദേഹത്തിന്റെ കൂട്ടുകാർക്കും വെള്ളം ഒരാൾ കൊണ്ടുകൊടുത്തതുപോലെ. ഇക്രിമ എന്നാൽ ഇവിടെ പറഞ്ഞ ഇക്രിമ വല്ലാഹു അലം ഇക്രിമത്ത് ഇബ്നു അബീ ജഹലാണ്. അബൂജഹൽ എന്ന അദുവുല്ലാഹ് ഫിർഔനു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഫിർഔനായ അബൂജഹലിന്റെ മകൻ ഇക്രിമ സഹാബിയാണ് റളിയല്ലാഹു അൻഹു. വേറൊരു ഇക്രിമയുണ്ട്, തഫ്സീറുകൾ ധാരാളമായി കാണാം. അത് ഇക്രിമ മൗല ഇബ്നു അബ്ബാസ്. ഇബ്നു അബ്ബാസ് എന്ന മഹാനായ സഹാബിയുടെ അടിമയായിരുന്ന ഇക്രിമയുണ്ട്. അത് താബിഇയാണ്, സഹാബിയല്ല. അതാണ് തഫ്സീറുകൾ ധാരാളമായി കാണാം. ഖാല ഇക്രിമ എന്ന് പറഞ്ഞത് സഹാബിയായ ഇക്രിമല്ല, അത് ഇക്രിമ മൗല ഇബ്നു അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന സഹാബിയുടെ അടിമയായ ഇക്രിമയാണ്. തഫ്സീറുകൾ വായിക്കുമ്പോൾ കണ്ടാൽ മനസ്സിലാക്കുക അത് ആരാണ്, താബിഇയായ ഇക്രിമയാണ്. ഇക്രിമത്ത് ബിൻ അബൂ ജഹൽ സഹാബിയാണ്. അദ്ദേഹം മുസ്ലിമായ കഥ ചരിത്രത്തിൽ വന്നിട്ടുണ്ട്, പലർക്കും അറിയുണ്ടാവും. ഫത്ഹ് മക്കയുടെ സമയത്ത് അദ്ദേഹം രക്ഷപ്പെട്ടോടി. മുസ്ലിമീങ്ങൾ മക്ക വിജയിച്ചപ്പോൾ അദ്ദേഹം പോയി. അദ്ദേഹം കപ്പലിൽ കയറി രക്ഷപ്പെട്ടു. അപ്പോൾ കപ്പലിൽ കയറി ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ കാറ്റും കോളും വന്നപ്പോൾ കപ്പലിലെ ആളുകൾ പറഞ്ഞു, എന്ത്, ഇനി അള്ളാനെ മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ, എല്ലാവരും അള്ളാനെ വിളിച്ചോളൂ, വഹീദു എന്ന് പറഞ്ഞു. അപ്പോൾ ഇക്രിമ റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, ഇതന്നെയാണല്ലോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബറിലും ബഹറിലും ചെയ്യാൻ പറയുന്നത്. നിങ്ങൾ ബഹറിൽ മാത്രം ചെയ്യുന്നു, എന്നാൽ ബറിലെത്തിയാൽ അവിടെയും കൂടി ഇത് ചെയ്യാനാണ് മുഹമ്മദ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം സത്യം ചെയ്തു, അള്ളാഹു നീ എന്നെ രക്ഷപ്പെടുത്തിയാൽ ഞാൻ മുസ്ലിമാവും. അദ്ദേഹം രക്ഷപ്പെട്ടു. അദ്ദേഹം മദീനയിൽ വന്ന് മുസ്ലിം ആവുകയുണ്ടായി. അദ്ദേഹം പിന്നീട് ഇസ്ലാമിന് വേണ്ടി ഒരുപാട് ഖിദ്മത്തുകൾ ചെയ്യുകയുണ്ടായി. യർമൂക്ക് യുദ്ധത്തിൽ ഷഹീദായിട്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത്. യർമൂക്ക് യുദ്ധത്തിൽ ഷഹീദായിട്ടാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത്. പിന്നീട് നോക്ക്, ഈ മുശ്രിക്കുകൾ ചെയ്യാത്തൊരു ശിർക്കുണ്ട്. എന്താണത്? വൈദാ റകിബു ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അവർ കപ്പലിൽ സഞ്ചരിച്ചാൽ, അവർ കടലിലൂടെ സഞ്ചരിക്കുമ്പോൾ കാറ്റും കോളും വന്ന് മുങ്ങുന്നു വന്നാൽ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, പിന്നെ അള്ളാഹനെ മാത്രം വിളിക്കും. ഇബാദത്ത് മറ്റൊരാൾക്കും കൊടുക്കാതെ കലർപ്പില്ലാതെ റബ്ബിന് കൊടുക്കും. എന്നാൽ അള്ളാഹു കരയിലേക്ക് രക്ഷപ്പെടുത്തിയാൽ ഇദാഹും യുശ്രികൂൻ, അവരതാ പങ്കു ചേർക്കുന്നു. നഊദു ബില്ലാഹ്. ഒരു വിഭാഗം മുസ്ലിങ്ങളാണെന്ന് അവകാശപ്പെടുന്ന ഒരു ഖൗമിനെ ചില മുസ്ലിയാക്കന്മാർ എവിടെ കൊണ്ടെത്തിച്ചിട്ടുണ്ടെന്നറിയോ? അബൂജഹലിനെയും കടത്തി വെട്ടിയ ശിർക്കിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എന്താ? ഇവരുടെ മാല കിതാബുകളിൽ കാണാം, കപ്പലിൽ കാറ്റും കോളും വന്നപ്പോൾ ആരെ വിളിക്കാൻ പറയുന്നത്? അമർത്ത തങ്ങളെ വിളിക്കാൻ പറയുന്ന കഥ. കാറ്റും കോളും വന്ന് മുങ്ങുമെന്ന് വന്നാൽ മമ്പർത്ത തങ്ങളെ വിളിക്കാൻ പറയുന്ന കഥ കാണാം. വിളിച്ചിട്ട് രക്ഷപ്പെട്ട കഥ, വിളിച്ചത് മാത്രമല്ല, വിളിച്ചിട്ട് രക്ഷപ്പെട്ട കഥ കാണാം. മമ്പർത്ത തങ്ങൾ ഒരു ദിവസം പറഞ്ഞത്രേ, ഒരു വലിയ മരത്തിൻ്റെ മുകളിൽ ഒരു തീപ്പന്തം കെട്ടിത്തൂക്കാൻ. അപ്പോൾ എന്തിനാണ് ആർക്കും മനസ്സിലായില്ല. എന്നാലും തങ്ങൾ പറഞ്ഞല്ലേ, എന്ത് ചെയ്യാൻ പറഞ്ഞാലും ചെയ്യണമല്ലോ, അതുകൊണ്ട് ചെയ്തു. അതാ പിന്നീട് വരുന്നു ഒരു സംഘം ആളുകൾ. അവർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ കപ്പലിനിങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു,
അപ്പോൾ കാറ്റും കോളും വന്നു. ദിശ അറിയാതെ ഞങ്ങളിങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങൾ വിളിച്ചു, അമ്പർത്ത തങ്ങളെ രക്ഷിക്കണേ എന്ന് വിളിച്ചു. അപ്പോൾ അത് ആ കാണുന്ന ഒരു വെളിച്ചം, ആ വഴിയിലേക്ക് ഞങ്ങൾ ഇത് കപ്പലുമായി സഞ്ചരിച്ചപ്പോൾ നമ്മൾ കരയിലെത്തി. അപ്പം അത് നേരത്തെ അറിഞ്ഞിട്ടാണ് ഇത് പന്തം കെട്ടി തൂക്കാൻ ഇയാൾ പറഞ്ഞതത്ര. അപ്പം ഇങ്ങനെ ഉള്ള കഥകൾ, സമാനമായ കഥകൾ എത്രയോ ഇവർ പ്രചരിപ്പിക്കുന്നു. നോക്കിയത് മുസ്ലിം ഉമ്മത്തിനെ കൊണ്ട് ചെയ്യിക്കുന്നു പലരും. അള്ളാഹു ഈ ഉമ്മത്തിനെ ശിർക്കിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് തൗഹീദിൽ ഉറച്ചു നിൽക്കാൻ, തൗഹീദിലായി മരിക്കാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ. ഇങ്ങനെ ഇക്രിമ റളിയല്ലാഹു അൻഹു അവിടുന്ന് യർമൂക്കിന്റെ സമയത്ത് വെള്ളം അവർ പലരും ഇക്രിമയും കൂടെയുള്ളവരും മുറിവേറ്റ് കിടക്കുകയാണ്. ഫകുല്ലും മിൻഹും യഅ്മുർ ബിദഫഇഹി ഇലാ സാഹിബിഹി. അങ്ങനെ ദാഹിച്ച് വലയുന്ന സമയത്ത് അവരിൽ ഒരാൾക്ക് വെള്ളം കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, മറ്റൊരാൾ കരയുന്ന ഒച്ച കേട്ടു വെള്ളത്തിന്. അപ്പോൾ അവർ കാണിച്ചു കൊടുത്തു മറ്റേ അടുത്തേക്ക് വെള്ളം കൊണ്ടുപോകുമ്പോൾ വേറൊരാൾ ഇങ്ങനെ വെള്ളത്തിന് ആവശ്യപ്പെടുന്നത് കേട്ടു. മൂന്നാമത്തെ ആളെടുത്ത് ചെന്നു. അപ്പോഴേക്കും മൂന്നാമത്തെ ആൾ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ തിരിച്ചു വരുമ്പോൾ ആദ്യം ചോദിച്ച രണ്ടുപേരും മരണപ്പെട്ടിരുന്നു. ഇത് യർമൂക്ക് യുദ്ധത്തിൽ സംഭവിച്ച ഒരു സംഭവമാണ്, ചരിത്രത്തിൽ കാണുന്നതാണ്. അത് ഇക്രിമയും അദ്ദേഹത്തിന്റെ രണ്ട് കൂട്ടുകാരുമായിരുന്നു എന്നാണ് ചരിത്രത്തിലുള്ളത്. ഇബ്നു കസീർ പറയുന്നു, വഹുവ ജരീഹുൻ മുസഖ്ഖലുൻ അഹ്വജു മാ യകൂനു ഇലൽ മാ. അദ്ദേഹം മുറിവേറ്റ് കിടക്കുകയാണ്, പ്രയാസപ്പെട്ട് കിടക്കുന്നു, വെള്ളത്തിന് അങ്ങേറ്റ ആവശ്യമുണ്ട്. പക്ഷെ ഫറദ്ദഹുൽ ആഖിറു ഇല സാലിസി ഫമാ വസല ഇല സാലിസി ഫറദ്ദഹുൽ ആഖിറു ഇല സാലിസി. അദ്ദേഹം വേറൊരാൾക്ക് കൊടുക്കാൻ പറഞ്ഞു, അദ്ദേഹം മൂന്നാമത്തെ ആൾക്ക് കൊടുക്കാൻ പറഞ്ഞു. ഫമാ വസല ഇല സാലിസി ഹത്താ മാതു അൻ ആഖിരിഹിം. അങ്ങനെ മൂന്നാമത്തെ ആൾ എത്തിയപ്പോൾ അത് എല്ലാവരും മരിച്ചിരിക്കുന്നു. വലം യശ്റബഹു അഹദും മിൻഹും റളിയല്ലാഹു അൻഹും വഅർദാഹും. ഒരാൾ പോലും കുടിച്ചില്ല. ഇത് ഈ ആയത്തിൽ പറഞ്ഞതുപോലെയാണ് ഈ സംഭവം. വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ വമൻ യൂഖ ശുഹ നഫ്സിഹി ഫൗലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അവരുടെ അമലും നമ്മുടെ അമലും എത്രയോ ദൂരെയാണ്. അവരുടെ ഈമാനും നമ്മുടെ ഈമാനും എത്രയോ ദൂരെയാണ്. നാം അവരെ സ്നേഹിക്കുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, അവരുടെ കൂടെ സ്വർഗത്തിലാക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അതല്ലാതെ നമുക്ക് മാർഗമില്ല. അവരുടെ മാർഗം അതാണ് ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗം. നോക്കൂ, ഇത് നമുക്ക് വളരെ വ്യക്തമാക്കി തരുന്ന ഒരു സംഭവം ഇങ്ങനെ കാണാം. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച സംഭവം, അത്ഭുതകരമായ ഒരു സംഭവം, മുത്തഫഖുൻ അലൈഹി ആയ ഒരു ഹദീസ് കാണാം. ഇവരുടെ ഈ സ്വഭാവത്തിനുള്ള തെളിവാണ് അൻസാറുകളുടെ ഈ സ്വഭാവം. അവനവൻ്റെ ആവശ്യത്തെക്കാൾ മറ്റുള്ള സാധുക്കൾക്ക് മുൻതൂക്കം കൊടുക്കുക എന്നത്. എന്താണ്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, അതാ റജുലുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നു. അദ്ദേഹം വേറെ എവിടുന്നോ വന്നതാണ്, അല്ലെങ്കിൽ അദ്ദേഹം പ്രയാസപ്പെട്ടു വന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് അസാബനിൽ ജഹ്ദു. നബിയെ, വളരെ ബുദ്ധിമുട്ടിലാണ്, പട്ടിണിയിലാണ്, ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഫഅർസല ഇലാ നിസാഇഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഭാര്യമാരുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു, ആളെ പറഞ്ഞയച്ചു. എന്തിനാണ്? വീട്ടിലെന്തെങ്കിലും ഉണ്ടോ നോക്കാൻ. പക്ഷേ ഫലം യജിദ ഇൻദഹുന്ന ഷൈഅ, അവരുടെ അടുത്തൊന്നുമില്ല. ചില റിവായത്തുകൾക്കാണ് അവർ മറുപടി പറഞ്ഞയച്ചു, വെള്ളം മാത്രമേ ഉള്ളൂ എന്നവർ മറുപടി പറഞ്ഞു. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അലാ റജുലുൻ യുദീഫു ഹാദിഹിൽ ലൈലത റഹിമഹുല്ലാഹ്. ഇദ്ദേഹത്തെ ഇന്നത്തെ രാത്രി ആരെങ്കിലും അതിഥിയായി സ്വീകരിക്കുമോ? റഹിമഹുല്ലാഹ്, എങ്കിൽ അവന് അള്ളാഹു റഹ്മത്ത് ചൊരിയും. ഇദ്ദേഹത്തെ ആരെങ്കിലും സ്വീകരിക്കുമോ? ഇന്ന് അതിഥിയായി അള്ളാഹു അദ്ദേഹത്തിന് റഹ്മത്ത് കൊടുക്കട്ടെ, അങ്ങനെ സ്വീകരിച്ച ആളെ. ഫഖാമ റജുലുൻ മിനൽ അൻസാർ, അൻസാറുകളിൽപ്പെട്ട ഒരാൾ എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, ഫഖാല അന യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലിനെ ഞാൻ സ്വീകരിക്കും, ഞാൻ കൊണ്ടുപോകാം ഇയാളെ. ഫദഹബ ഇല അഹ്ലിഹി, അദ്ദേഹം തൻ്റെ വീട്ടിലേക്ക് ചെന്നു. ഫഖാല ലിംറഅതിഹി, എന്നിട്ട് തൻ്റെ ഭാര്യയോട് ചോദിച്ചു, ഹാദാ ദൈഫു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അതിഥിയാണ്. ലാ തദ്ഖിരിഹി ഷൈഅ, ഇദ്ദേഹത്തിന് കൊടുക്കാതെ ഒന്നും നീ ഇന്ന് ബാക്കി വെക്കരുത്. ഇദ്ദേഹത്തിന് കൊടുക്കാതെ ഒന്നും അവിടെ സൂക്ഷിച്ച് നാളത്തേക്ക് വെക്കരുത്, ഇദ്ദേഹത്തിന് കൊടുക്കണം എന്ന് പറഞ്ഞു. ഫഖാല, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു,
വല്ലാഹി മാ ഇൻദി ഇല്ലാ ഖൂതു സിബ്യ, കുട്ടികളുണ്ട്, ചെറിയ കുട്ടികളുണ്ട്, അവർക്ക് കൊടുക്കാനുള്ള ഭക്ഷണം അല്ലാതെ ഒന്നും വേറെ ഇല്ല എന്ന് ഭാര്യ പറഞ്ഞു. ഖാൽ, അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഫഇദാ അറാദ അസ്സിബ്യത്തുൽ അശാഅ ഫനവ്വിമീഹിം, കുട്ടികൾ ഭക്ഷണത്തിന് ചോദിച്ചാൽ നീ ഒരു കാര്യം ചെയ്യുക, ഫനവ്വിമീഹിം, അവരെങ്ങനെങ്കിലും ഉറക്കുക. കുട്ടികൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉറങ്ങിപ്പോയല്ലോ, അവരെങ്ങനെങ്കിലും ഉറക്കുക. വതആലി, എന്നിട്ട് നീ വരിക, ഫഅത്ഫി അസ്റാജ്, നീ വന്ന് വിളക്കം അണച്ചു കളയുക. വനത്വി ബുതൂനന അല്ലൈല, ഇന്ന് രാത്രി നമുക്ക് നമ്മുടെ വയറ് ചുരുട്ടി വെക്കാം, ഇന്ന് നമുക്ക് ഭക്ഷണം കഴിക്കണ്ട, വിളക്കെടുത്തി കളയുക എന്ന് പറഞ്ഞാൽ എന്തിനാണ് വിളക്കെടുത്താൻ പറഞ്ഞത്? കാരണം ഇയാൾ വിചാരിച്ചോട്ടെ ഇവർ ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്ന്. അങ്ങനെ ഇദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കുകയും ആ സ്ത്രീ അവർ കുട്ടികൾ ഉറക്കുകയും എന്നിട്ട് ഇദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് വിളക്ക് അത് ശരിയാക്കുന്നത് പോലെ ആക്കി, നന്നാക്കുന്നത് പോലെ ആക്കി കടത്തി കളഞ്ഞു. ഇവർ ഭക്ഷണം കഴിക്കുന്നത് പോലെ കാണിച്ചു. അങ്ങനെ ഫഫഅലത്, അവർ ഈ ഭർത്താവ് പറഞ്ഞതുപോലെ ചെയ്തു. സുമ്മ ഗദർ റജുലു അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പിറ്റേന്ന് ഇദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നു. ഫഖാൽ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖദ് അജബല്ലാഹു ഔ ദഹികല്ലാഹു മിൻ ഫുലാനിൻ വഫുലാന, ഇതാ അല്ലാഹു അത്ഭുതപ്പെട്ടിരിക്കുന്നു, മറ്റൊരു റിവായത്തിൽ അല്ലാഹു ചിരിച്ചിരിക്കുന്നു, നിങ്ങൾ രണ്ടുപേരും പ്രവർത്തിച്ച പ്രവൃത്തി കാരണത്താൽ. ഫഅൻസലല്ലാഹു തആല, അല്ലാഹു ഈ ആയത്ത് അവതരിപ്പിച്ചു, വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, അവർ തങ്ങളുടെ ആവശ്യത്തെക്കാൾ അവർക്ക് ആവശ്യമുണ്ടെങ്കിലും മറ്റുള്ളവർക്ക് മുൻതൂക്കം കൊടുക്കുന്നവരാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും റിവായത്ത് ചെയ്ത സംഭവമാണിത്. ഈ സഹാബി അബൂ തൽഹ റളിയല്ലാഹു അൻഹു ആണെന്ന് ചില റിവായത്തുകളിൽ കാണാം. ഇമാം മുസ്ലിമിന്റെ സഹീഹിൽ ചില റിവായത്തുകൾ കാണാം ഇത് അബൂ തൽഹയായിരുന്നു. അപ്പോൾ ഭാര്യ ആരാണ്? ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ. അള്ളാഹു അത്ഭുതപ്പെട്ടു എന്ന് പറഞ്ഞാൽ അജബ് എന്നത് അള്ളാഹുവിൻ്റെ ഒരു സിഫത്താണ്. അജബ് എന്നത് അള്ളാഹുവിൻ്റെ ഒരു വിശേഷണമാണ്. അവൻ അത്ഭുതപ്പെടും എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ അത്ഭുതം പോലെയല്ല. മനുഷ്യരുടെ അത്ഭുതം എന്നാൽ അവർ പ്രതീക്ഷിക്കാത്തത് കണ്ടാലാണ്. അവർ പ്രതീക്ഷിക്കാത്ത, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ അറിയാത്തതൊന്നുമില്ലല്ലോ. അള്ളാഹുവിൻ്റെ അജബ് എന്നാൽ പൊതുവെ മനുഷ്യർ ചെയ്യാത്തത് അവരിൽ നിന്ന് അവർ ചെയ്താലാണ് അള്ളാഹുവിൻ്റെ അജബ് ഉണ്ടാവുക. അവൻ അറിയാത്തത് സംഭവിച്ചാലല്ല. അതുപോലെ അവൻ ചിരിക്കുക, ദഹിക് എന്നത് അള്ളാഹുവിൻ്റെ സിഫത്തായി ഒരുപാട് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് അവസാനമായി സ്വർഗത്തിൽ കയറുന്ന ആളുടെ ഹദീസ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളെ സ്വർഗത്തിന് അടുപ്പിച്ച് കൊണ്ടുവരും. അയാൾ ആദ്യം ഒരു സ്ഥലത്തേക്ക് അടുപ്പിക്കാൻ പറയും, ഇനി ഒന്നും ചെയ്യിക്കൂല, അവിടത്തേക്ക് അടുപ്പിച്ചാൽ വീണ്ടും അങ്ങോട്ടേക്ക്, അങ്ങനെ പറഞ്ഞ അവസാനം അള്ളാഹു സുബ്ഹാനഹു വ തആല ചിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞ് ചിരിക്കും, അവിടുത്തെ അണപ്പല്ല് കാണുമാറ് ചിരിക്കുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതുപോലെ വായ നിറച്ച് ചിരിക്കാറില്ല, അവിടുന്ന് പുഞ്ചിരിയായിരുന്നു കൂടുതൽ. എന്നാൽ തൻ്റെ അണപ്പല്ല് കാണുമാറ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞ് ചിരിച്ചു. എന്നിട്ട് സഹാബത്തിനോട് ചോദിച്ചു, ഞാൻ എന്തിനാണ് ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നില്ലേ? എന്തിനാണ് നബിയെ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിൻ ദഹികി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹു ചിരിച്ചതോർത്തിട്ടാണ്. ഈ ഹദീസ് റിവായത്ത് ചെയ്യുമ്പോൾ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ചിരിക്കുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ചോദിക്കുന്നില്ലേ ഞാൻ എന്തിനാണ് ചിരിക്കുന്നതെന്ന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചിട്ടുണ്ട്. അവിടുത്തോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, റബ്ബുൽ ആലമീനായ അള്ളാഹു ചിരിച്ചത് കൊണ്ടാണ്. അവൻ്റെ ദഹിക് എന്നത് അവൻ്റെ സിഫത്താണ്. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അള്ളാഹു അതീവ ഭംഗിയുള്ളവനാണ്, അവൻ്റെ സിഫത്തിൽ പെട്ടതാണ് അവൻ ചിരിക്കുമെന്നത്. നമുക്കെങ്ങനെയാണെന്നറിയില്ല. അള്ളാഹുവിൻ്റെ ജലാലത്തിനും അളമത്തിനും യോജിച്ച രൂപത്തിൽ. അള്ളാഹു പറയുന്നു, വമൻ യൂഖ ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, ആരാണ് സ്വന്തം നഫ്സിൻ്റെ ഷുഹിൽ നിന്ന് രക്ഷപ്പെട്ടത്? ഫൗലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികൾ. നമ്മുടെ നഫ്സ് നമ്മെ ചിലപ്പോൾ പരാജയപ്പെടുത്തി കളയും. പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളതുപോലെ നഫ്സിനെ നമ്മൾ തോൽപ്പിച്ചിട്ടില്ലെങ്കിൽ അത് നമ്മെ തോൽപ്പിക്കും. നമ്മുടെ നഫ്സിന് പല ഷർറുമുണ്ട്. അള്ളാഹു പറഞ്ഞില്ലേ, ഇന്ന നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ, നഫ്സ് സൂഇന് കൽപ്പിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. ആമിറത്തുൻ ബിസ്സൂ എന്നല്ല അള്ളാഹു പറഞ്ഞത്, പിന്നെയോ അമ്മാറത്തുൻ ബിസ്സൂ. അമ്മാറത്ത് എന്നാൽ വീണ്ടും വീണ്ടും മോശമായത് ചെയ്യാൻ നഫ്സ് നമ്മോട് കൽപ്പിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ നഫ്സിന് ഹവയുണ്ട്. വനഹ നഫ്സ അനിൽ ഹവ, അതിൻ്റെ ഹവ, അതിൻ്റെ
ആഗ്രഹമുണ്ട്, ദേഹേച്ഛയുണ്ട്. അതിൽ നിന്ന് നാം രക്ഷപ്പെടണം. അത് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് യോജിച്ച രൂപത്തിലേക്ക് നാം തിരിച്ചുവിടണം, ആ വഴിയിലേക്ക് തിരിച്ചുവിടണം. എങ്കിൽ നാം രക്ഷപ്പെട്ടു. അവനാണ് ശക്തൻ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞത്? ലൈസ ശദീദു ബിസ്സുറഅ ഇന്നമ ശദീദു അല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്. ആരാണ് സുറാത്തിൽ അഥവാ മൽപിടുത്തത്തിൽ ജയിക്കുന്നവനല്ല ശക്തൻ, മറിച്ച് ശക്തൻ ആരാ? അല്ലദീ യംലികു നഫ്സഹു, സ്വന്തം നഫ്സിനെ തൻ്റെ മിൽക്കിന് കീഴിലാക്കുന്നവൻ. ഇൻദൽ ഗളബ്, ഗളബ് വരുന്ന സമയത്ത്. ഗളബ് കാരണത്താൽ വരുന്ന ഒരുപാട് പാപങ്ങളുണ്ട്. അത് ആളുകളെ ദ്രോഹിക്കുക, കൊലപാതകം പോലുള്ളത് ഗളബിൻ്റെ കാരണമായി വരുന്നതാണ്. അതുപോലെ ഷഹ്വ, അവനവൻ്റെ മോഹം കാരണത്താൽ, നഫ്സിൻ്റെ ഷഹ്വത്ത് കാരണത്താൽ വരുന്ന പാപങ്ങളുണ്ട്, വ്യഭിചാരം പോലെയുള്ളത്. നസ്അലുല്ലാഹൽ ആഫിയ. ഇതിൽ നിന്നെല്ലാം ഇതൊക്കെ വരുമ്പോൾ നഫ്സിനെ ആർക്ക് പിടിച്ചു വെക്കാൻ സാധിക്കുന്നു അവനാണ് ശക്തൻ. അവൻ ചിലപ്പോൾ ശരീരം കൊണ്ട് ദുർബലനാണെങ്കിലും, ശരീരം വലിയ ആരോഗ്യമില്ലാത്ത ശരീരമാണെങ്കിലും ശരി, നഫ്സിനെ പിടിച്ചു വെക്കാൻ സാധിച്ചാൽ, അള്ളാഹുവിൻ്റെ തൃപ്തിക്കനുസരിച്ച് അതിനെ കൊണ്ടുപോകാൻ സാധിച്ചാൽ, ഫൗലായിക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാകുന്നു വിജയികൾ. ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇയ്യാകും വദ്ദുൽമ ഫഇന്ന അദ്ദുൽമ ദുലുമാതുൻ യൗമൽ ഖിയാമ വത്തഖു അശ്ശുഹ ഫഇന്ന അശ്ശുഹ അഹ്ലക മൻ കാന ഖബ്ലകും ഹമലഹും അലാ അൻ സഫഖു ദിമാഅഹും വസ്തഹല്ലു മഹാരിമഹും. ഇമാം മുസ്ലിം തന്റെ സഹീഹിൽ റിവായത്ത് ചെയ്ത ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇയ്യാകും വദ്ദുൽമ, നിങ്ങൾ ദുൽമ സൂക്ഷിക്കുക, അക്രമത്തെ സൂക്ഷിക്കുക, അതൊരിക്കലും വന്നു പോകരുത്. ദുൽമ സുബ്ഹാനല്ലാഹ്, നമുക്ക് പല രൂപത്തിൽ നമ്മിലേക്ക് ദുൽമ കടന്നു വരും. ദുൽമ നമുക്ക് ആരോടാ ചെയ്യാൻ കഴിയും? നമുക്ക് താഴെയുള്ളവരോടാണ്. വലിയവനോട് ദുൽമ ചെയ്യാൻ കഴിയില്ലല്ലോ. നമ്മളെക്കാൾ അധികാരം കൊണ്ടും പണം കൊണ്ടും പവർ കൊണ്ടും ഒക്കെ മുകളിലുള്ളവരോട് നമുക്ക് ദുൽമ ചെയ്യാൻ കഴിയും. നമുക്ക് കീഴിലുള്ളവരാണ് നമുക്ക് ദുൽമ ചെയ്യാൻ കഴിയുക. നമ്മെ ആശ്രയിച്ച് കഴിയുന്ന ഭാര്യമാരെ പോലുള്ള ആളുകൾ, നമുക്ക് കീഴിലുള്ള ആളുകൾ, ഇവരോടൊക്കെ ദുൽമ വേഗം നടക്കും. അറിയാം, നമുക്കറിയാം നമ്മൾ എന്ത് ചെയ്താലും വളരെ തന്നെ ഉണ്ടാവും. നമുക്കറിയാം അതൊക്കെ നമ്മളെ ദുൽമിന് പ്രേരിപ്പിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എന്ത്? നിങ്ങളിൽ ഏറ്റവും നല്ലവരാരാണ്? ഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇഹിം ഖുലൂഖ. നിങ്ങൾ ഏറ്റവും നല്ല ആളുകൾ അവനവൻ്റെ ഭാര്യമാരോട് നല്ല നിലക്ക് പെരുമാറുന്നവരാണ്. ഭാര്യമാരോട് നല്ല നിലക്ക് പെരുമാറുന്ന പറഞ്ഞാൽ പിന്നെ പെണ്ണെട്ടി കുറച്ചാലം ഓള് പറയുന്ന പോലെ കേട്ട് നടക്കും. ആ കാലത്തെക്കുറിച്ചല്ല പറയുന്നത്. കുറേ കാലം അങ്ങോട്ട് മുന്നോട്ട് പോയാൽ പിന്നെ നമുക്ക് കീഴിലുള്ള നമ്മൾ പറയുന്നതൊക്കെ നമ്മളെന്ത് ചെയ്താലും അവിടെ തന്നെ ഉണ്ടാവും എന്ന് തോന്നുന്ന കാലത്ത് ശൈത്താൻ ദുൽമിന് പ്രേരിപ്പിക്കും. അറിയണം, അല്ലാഹു സുബ്ഹാനഹു വ തആല അലിയും കബീറുമാണ്. സ്ത്രീകളെ കുറിച്ച് പറഞ്ഞ ആയത്തിന്റെ അവസാനത്തിൽ അല്ലാഹു അവൻ അലിയും കബീറുമാണെന്ന് പറഞ്ഞു. അള്ളാഹു അവൻ അലിയും അതുപോലെ അവൻ കബീറുമാണെന്ന് തലാഖിനെ കുറിച്ച് പറയുന്ന ആയത്തുകളിൽ കാണാം. എന്ന് പറഞ്ഞാൽ നമ്മളല്ല, മറിച്ച് എല്ലാത്തിനേക്കാൾ മുകളിലുള്ള ഏറ്റവും വലിയവനായ അള്ളാഹുവാണ് അവരുടെ വലി, അവരുടെ യഥാർത്ഥ രക്ഷാധികാരി റബ്ബാണ്. നമ്മളില്ലെങ്കിലും നമ്മൾക്കെതിരിലുമൊക്കെ നമുക്ക് കീഴിലുള്ള സ്ത്രീകളെ സഹായിക്കാൻ റബ്ബിന് സാധിക്കും. അപ്പോൾ ദുൽം വളരെ സൂക്ഷിക്കുക. അക്രമം, അതിക്രമം അത് നമുക്ക് വന്നു പോവുക, നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലുമൊക്കെ വന്നു പോവുക നമുക്ക് കീഴിലുള്ളവരോടാണ്. നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകൾ, നമ്മുടെ ജോലിക്കാർ, നമുക്ക് കീഴിൽ ജോലി ചെയ്യുന്ന ജോലിക്കാർ, നമ്മുടെ ശമ്പളം കൊടുക്കുന്ന ആളുകൾ, നമ്മെ ആശ്രയിച്ച് കഴിയുന്നു എന്ന് നമുക്ക് തോന്നുന്ന ആളുകൾ, യഥാർത്ഥത്തിൽ എല്ലാവരും അള്ളാഹിൻ്റെ ആശ്രയത്തിന് കീഴിലാണ്. അവരോടാണ് നമുക്ക് ദുൽം, വാക്കിലും പ്രവൃത്തിയിലും ദുൽമ വന്നു പോവുക. എത്രത്തോളം സഹാബിമാരിൽ ചിലർ അവരവരുടെ അടിമകൾക്ക് ഭക്ഷണം കൊടുത്തോ എന്ന് അതിന് ഏൽപ്പിച്ച ആളോട് ചോദിക്കണ്ടായി. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല. പറഞ്ഞു ഇത് തന്നെ മതി. എന്ത്? അവൻ്റെ കീഴിലുള്ളവർക്ക് കൊടുക്കേണ്ട കൂത്ത്, ഭക്ഷണം, അത് കൊടുക്കാൻ വൈകിപ്പിക്കുക എന്നത് തന്നെ മതി കുറ്റം കിട്ടാൻ. അത് മാത്രം മതി. അവന് കീഴിൽ ജോലി ചെയ്യുന്ന ജോലിക്കാർ ശമ്പളം കൊടുക്കാതെ, കൂലി കൊടുക്കാതെ അവരെ ബുദ്ധിമുട്ടിക്കുക, ഇതൊക്കെ ദുൽമാണ്. വാക്കുകൊണ്ട് അവരുടെ അഭിമാനത്തെ മുറിപ്പെടുത്തുന്ന വർത്തമാനങ്ങൾ പറയുക ദുൽമാണ്. നീ പറഞ്ഞ ജോലി അവൻ ചെയ്തിട്ടില്ല, നീ തിരുത്തിക്കോളൂ, തെറ്റാണെന്ന് പറഞ്ഞോളൂ. പക്ഷെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്ന രൂപത്തിൽ അവരോട് സംസാരിക്കാൻ പാടില്ല.
ഇതിനൊക്കെ കുറെ എന്താണ് തന്നത് കൂടിപ്പോയി, കിട്ടിയത് കൂടിപ്പോയി, തിന്നങ്ങ് വലുതായപ്പോൾ അങ്ങനെയൊക്കെ പറയുന്ന വാക്കുകൾ, കാലിനടിയിലിട്ട് ചവിട്ടി മതിക്കുന്ന രൂപത്തിലുള്ള വാക്കുകൾ, ഇതൊക്കെ ദുൽമാണ്, തിരിച്ചടിക്കും. വളരെ നമ്മൾ പേടിക്കേണ്ട കാര്യമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, പരലോകത്ത് നാം ഇങ്ങനെ ആക്ഷേപിക്കുകയും അടിച്ചമർത്തുകയും ചെയ്ത ആളുകൾ അള്ളാഹു നമ്മൾക്കാൾ മുകളിലേക്ക് കൊണ്ടുവരുന്ന രംഗം എന്തായിരിക്കും അത്? ഇത്രയും ആളുകളുടെ മുന്നിൽ? അതുകൊണ്ട് ദുൽമ വളരെ സൂക്ഷിക്കുക. ദുൽമ നമ്മൾ ചെയ്യുക നമുക്ക് താഴെയുള്ളവരോടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആദ്യം വാക്കിലും പ്രവൃത്തിയിലുമെല്ലാം ദുൽമ വരും എന്ന് മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വളരെയധികം സൂക്ഷിച്ചിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അവിടുന്ന് ഒരാളെയും അവിടുത്തെ ഒരു സ്ത്രീയെയും ഒരു കുട്ടിയെയും അവിടുന്ന് തൻ്റെ കൈകൊണ്ട് അടിച്ചിട്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ വാക്കാണ്, അള്ളാഹുവിൻ്റെ ഹദ് നടപ്പിലാക്കുമ്പോഴല്ലാതെ. അള്ളാഹു ഹദ് ശിക്ഷ നടപ്പിലാക്കാൻ പറഞ്ഞാൽ ഫയന്തഖിമു ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ശിക്ഷാ നടപടി സ്വീകരിക്കും. അല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൈകൊണ്ട് ഒരു പെണ്ണിനെയോ ഒരടിമയെയോ അടിച്ചിട്ടില്ലെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയുണ്ടായി. നമ്മൾ വളരെ സൂക്ഷിക്കുക, ദുൽമ വളരെ സൂക്ഷിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇയ്യാകും വദുൽമ, അക്രമം സൂക്ഷിച്ചോളൂ നിങ്ങൾ. ഫഇന്ന ദുൽമ ദുലുമാതുൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ദുൽമ ദുലുമാത്താകും, ഇരുട്ടാകും. ഖിയാമത്ത് നാളിൽ വെളിച്ചം കിട്ടിയവനെ സിറാത്ത് മുറിച്ച് കടക്കാൻ പറ്റൂ. മുനാഫിഖുകൾക്കാണ് ഖിയാമത്ത് നാളിൽ ഇരുട്ടുണ്ടാവുക. അവർ മുഅ്മിനുകളോട് പറയും, ഉൻദുറൂന നഖ്തബിസ് മിൻ നൂരിക്കും, ഞങ്ങളെ ഒന്ന് നോക്കൂ, നിങ്ങളുടെ നൂറിൽ നിന്ന്, നിങ്ങളുടെ വെളിച്ചത്തിൽ നിന്ന് ഞങ്ങളൊന്ന് കൊളുത്തിയെടുത്തോട്ടെ. സൂറത്തു അൽ ഹദീദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണത്. എന്നാൽ അതുപോലെ മുഅ്മിനുകൾക്ക് അല്ലാഹു നൂർ നൽകും. അവരുടെ നൂർ അവരുടെ മുന്നിലുണ്ടാകും. യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബതൻ നസൂഹ. എന്താണ്, മുഅ്മിനുകൾക്കും നബിക്കും അതുപോലെ നബിയെ പിൻപറ്റിയവർക്കും അല്ലാഹു നൂർ നൽകും. അവർ പറയും, റബ്ബന അത്മിം ലനാ നൂറന, ഞങ്ങളുടെ നൂറ് ഞങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നാലും. മുനാഫിക്കുകൾക്ക് കുറച്ചു കാലം നൂറുണ്ടാകും, എന്നാൽ അള്ളാഹു അത് കെടുത്തി കളയും. പ്രകാശമുണ്ടാകും, അള്ളാഹു അത് കെടുത്തി കളയും. അവർക്ക് സിറാത്ത് മുറിച്ചു കടക്കാൻ സാധ്യമല്ല. ഇങ്ങനെ ഇരുട്ടായിത്തീരും. ദുൽം പരലോകത്ത് ഇരുട്ടായിത്തീരും. വത്തഖുശുഹ, ആ രണ്ട് വാക്കും നമുക്ക് പരസ്പരം ബന്ധമുള്ളതാണ്. ഫഇന്ന ദുൽമ ദുലുമാതുൻ യൗമൽ ഖിയാമ, ദുൽം എന്നത്, അക്രമം എന്നത് ഖിയാമത്ത് നാളിൽ ദുലുമാത്താണ്, ഇരുട്ടാണ്. വത്തഖുശുഹ, അതാണ് ഈ ആയത്തുമായി ബന്ധമുള്ള ഭാഗം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വത്തഖുശുഹ, നിങ്ങൾ ഷുഹിനെ സൂക്ഷിക്കുക. എന്താണ് ഷുഹ്? പിശുക്ക്, ആർത്തിയോടെയുള്ള പിശുക്ക്, മറ്റുള്ളവരുടെ അവകാശം കവർന്നെടുക്കാൻ പ്രേരിപ്പിക്കുന്ന രൂപത്തിലുള്ള പിശുക്ക്, അതാണ് ഷുഹ്. ഷുഹിനെ സൂക്ഷിക്കുക. കാരണം ഷുഹാണ്, ഫഇന്ന ശുഹ അഹ്ലക മൻ കാന ഖബ്ലകും, ഷുഹാണ് നിങ്ങൾക്ക് മുമ്പുള്ളവരെ നശിപ്പിച്ചത്. ഷുഹാണ് നിങ്ങൾക്ക് മുമ്പുള്ളവരെ നശിപ്പിച്ചത്. ഹമലഹും അലാ അൻ സഫകൂ ദിമാഅഹും, അവർ പരസ്പരം രക്തം ചിന്താൻ അതവരെ പ്രേരിപ്പിച്ചു. വസ്തഹല്ലൂ മഹാരിമഹും, അവരുടെ ഹുർമത്തുകൾ ലംഘിക്കാൻ, പവിത്രത ലംഘിക്കാനും ഷുഹ അവരെ പ്രേരിപ്പിച്ചു. ആർത്തി കൊണ്ട് മനുഷ്യൻ അവൻ അവകാശമില്ലാത്തതിലേക്ക് നോക്കുക. അന്യന്റെ ഭാര്യയിലേക്കും അവന്റെ പെങ്ങളിലേക്കും അവന്റെ മകളിലേക്കും ഒക്കെ ഇവൻ നോക്കുക, അവന്റെ സ്വത്തിലേക്കും നോക്കുക. ഇതിനെല്ലാം അവനെ പ്രേരിപ്പിക്കുന്ന ഷുഹാൻ. അള്ളാഹു അവന് നൽകാത്തതിലേക്ക് അവൻ നോക്കുക. കണ്ണ് താഴ്ത്തിക്കോ സഹോദര, ഒരു പ്രശ്നമില്ല, നീ രക്ഷപ്പെട്ടു. കണ്ണ് താത്താൻ വളരെ എളുപ്പമാണ്. കണ്ണ് താഴ്ത്തിയില്ലേ, അതിനപ്പുറത്തുള്ളത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രയാസമായിരിക്കും. കണ്ണ് താഴ്ത്തിക്കളി. സ്ത്രീകളെന്ന് മാത്രമല്ല, മറിച്ച് നിന്നെ നിരാശനാക്കുന്ന രൂപത്തിലുള്ള വലിയ വലിയ സുഖങ്ങൾ, അള്ളാഹു പറഞ്ഞു, നാം ചിലർക്ക് കൊടുത്തിട്ടുള്ള സുഖങ്ങൾ, സൗകര്യങ്ങൾ, അതിലേക്ക് നീ നിന്റെ കണ്ണ് നീട്ടരുത്. അയാള് എത്ര വലിയ കാറിലാണ് അയാൾ പോകുന്നത്, എത്ര വലിയ വീട്ടിലാണ് അയാൾ താമസിക്കുന്നത് എന്നിങ്ങനെ സഹോദര നീ നോക്കണ്ട. അള്ളാഹു അയാൾക്ക് കൊടുക്കാത്ത പലതും നിനക്ക് തന്നിട്ടുണ്ടാവും. നീ അയാളുടെ പുറമേക്കുള്ളതല്ലേ കാണുന്നുള്ളൂ, ഉള്ളിലത്തെ അവസ്ഥ എന്താണ് എനിക്കറിയോ. വളരെ എന്നെക്കാളും ബുദ്ധിമുട്ടിലായിരിക്കും അയാളുടെ കൽബ് ഉണ്ടാവുക, എന്നെക്കാളും എത്രയോ പ്രയാസത്തിലായിരിക്കും അയാളുടെ പല കാര്യങ്ങളും.
അയാൾ ടെൻഷനിലായിരിക്കും ജീവിക്കുന്നത്. നീ നല്ല സമാധാനത്തിൽ കിടന്നുറങ്ങുന്നില്ലേ? നിന്റെ ശരീരത്തിൽ എന്തെങ്കിലും ആരോഗ്യമുണ്ടോ? ഒരു പല്ലുവേദന പോലും ഇല്ലാത്ത എത്ര നേരങ്ങൾ നമുക്ക് കടന്നുപോയിട്ടുണ്ട്. ചിന്തിച്ചു നോക്ക്. നമ്മെ അലട്ടാത്ത ഒരു പല്ലുവേദന അല്ലെങ്കിൽ ഒരു തലവേദന ഇതുപോലും നമുക്കില്ലാത്ത നേരം, സമയം എത്ര നമുക്ക് കടന്നുപോയിട്ടുണ്ട്. ആ സമയം നീ ഉപയോഗപ്പെടുത്തൂ. റബ്ബിനോട് ദുആ ചെയ്യാൻ, അവനെ ഇബാദത്ത് ചെയ്യാൻ, അവൻ്റെ ദീൻ പഠിക്കാൻ. ഇൻഷാ അല്ലാഹ് പ്രയാസങ്ങളിൽ നിന്റെ ദുആ അല്ലാഹു കേൾക്കും. അതുകൊണ്ട് ഒരു പ്രയാസമില്ലാത്ത നേരത്തെ ഇങ്ങനെ നിനക്ക് മുകളിലുള്ളവനെ നോക്കി നേരം കളയണ്ട, യാതൊരു കാര്യമില്ല. അങ്ങനെയുള്ളത് നീ കണ്ടാൽ നീ മനസ്സിൽ പറയുക മൗഇദുകൽ ജന്ന. ഇബ്നുൽ ഖയ്യിം പറഞ്ഞത് നമുക്ക് സ്വർഗ്ഗത്തിൽ നിന്ന് കാണാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു അവിടെ എല്ലാ ഖൈറും വെച്ചിരിക്കുന്നു, എല്ലാം. ഇതൊക്കെ അത് നിനക്ക് അല്ലാഹു കാണിച്ചു തരുന്നതാണ്. എല്ലാം അല്ലാഹുവിൻ്റെ ഹിക്മത്തുണ്ട് ഇതിൻ്റെയൊക്കെ പിന്നിൽ. എത്ര സുഖത്തിനാണ് ഇവൻ ജീവിക്കുന്നത്, അതിനേക്കാൾ എത്രയോ ഇരട്ടി സുഖമാണ്, സൗകര്യങ്ങളാണ് അല്ലാഹു സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ളത്. അതോർക്കാനാണ് ഇതെല്ലാം. പ്രയാസവും ദുരിതവും കാണുമ്പോൾ നീ നരകം ഓർക്കുക. ഇതൊന്നും ഒരു ദുരിതമല്ല, ഇതൊന്നും പ്രയാസമല്ല. വലുത്, ഏറ്റവും വലുത് നരകത്തിലാണ്. ഇത് 2 സ്ഥലത്തേക്കും പോകുന്ന ഒരു തുറമുഖം മാത്രം. ഇബ്നുൽ ഖയ്യിം പറഞ്ഞു ഇക്കൽ മീന, ഒരു തുറമുഖം പോലെയാണ്. 2 പോകുന്ന കപ്പലുകൾ, 2 സ്ഥലത്തേക്കും പോകുന്ന യാത്രക്കാർ ഇവിടെ ഉണ്ട്. യാത്രക്കുള്ള വിഭവം ഇവിടെ നിന്നാണ്. ഈ ദുനിയാവാണ്. ഇത് ദാറുൽ ഫനാ ആണ്, തീർന്നു പോകുന്ന, നശിച്ചു പോകുന്ന ലോകം. സ്വർഗവും നരകവും ദാറുൽ ഖറാർ, അത് എന്നേക്കുമുള്ള ഭവനമാണ്, ലോകമാണ്. അതുകൊണ്ട് അത് ആലോചിക്കുക. ഈ ഷുഹ്, ആർത്തി, അത് മനുഷ്യനെ രക്തം ചിന്താനും ഹുർമാത്തുകൾ ലംഘിക്കാനും പവിത്രത ലംഘിക്കാനും അവനെ പ്രേരിപ്പിച്ചു. അവൻ അല്ലാഹു ഹലാലാക്കാത്തത് ഹറാമായ വഴിയിലൂടെ നേടുന്നതിലേക്ക് ഷുഹ് അവനെ പ്രേരിപ്പിച്ചു. അതുകൊണ്ട് ഷുഹിനെ സൂക്ഷിക്കുക. അള്ളാഹുവിനോട് ഇതുപോലുള്ള മോശമായ ചിന്തകളിൽ നിന്ന് രക്ഷ തേടുക. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ആഴ്ച പറയാം. അല്ലാഹു തആല അലം. وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.